ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയും കുറച്ച് കടുകും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാനൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കൊരു ചെറിയ തക്കാളിയും ഒരു ചെറിയ ക്യാരറ്റും കൂടി അരിഞ്ഞിടേണ്ടതായിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിടേണ്ടതുണ്ട്. അത് ആദ്യമാണ് ഇടേണ്ടത്, പക്ഷെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ 2 ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അതിലൊരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത്ര ഇട്ട് കൊടുക്കുക. അതായത് ചെറിയ ഒരു സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്പൂൺ, ഒരു അര സ്പൂൺ നമുക്കൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്പൈസസിൻ്റെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.